മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ലു കണ്ടാൽ ഇളകും പെണ്ണ്. സ്വാഭാവികമായിട്ടും അതെന്താണ് ഈ പാട്ട് പാടി ഞാൻ തന്നെ കൈയടിക്കണം. നമുക്ക് വേറെ ഒന്ന് രണ്ട് സാധനം കൂടെ ചെയ്തല്ലോ, അതിലും അവരിങ്ങനെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുള്ളതാണ്. ചാനലിന്റെ അവർ ടി വി 24/7 അല്ല, നിങ്ങൾ ഈ എന്നെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ എന്നെ ഈ അന്യനാക്കുകയാണ്. കാരണം നിങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കേട്ടാ എന്നെ ഒരു അന്യനാക്കി പറഞ്ഞു. ചോദിക്കുമ്പോൾ കുറച്ച് അകലം പറഞ്ഞു, നല്ല ഇതായിട്ടൊക്കെ കുറച്ച് എന്തൊക്കെയാണ് എന്നെ അടുത്ത പരിപാടി എന്നൊക്കെ ചോദിച്ചു ശ്രീകണ്ഠൻ സാർ ചോദിക്കുമ്പോലെ. തങ്കച്ചേട്ടാ, ശരിക്കും ഇപ്പം ഇവിടുത്തെ യുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇപ്പം നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്, സിനിമയാണോ അല്ലെ അതോ സ്റ്റേജ് ഷോ തന്നെയാണോ? ഇനിയിപ്പോൾ സ്റ്റേജ് ഷോയുടെ ടൈമായി. ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ ജനുവരി, ഫെബ്രുവരി, ഇങ്ങനെ ഇതെല്ലാം സ്റ്റേജ് ഷോ, ഉത്സവങ്ങളുടെ. പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ ഇപ്പോൾ ഒരു പുതിയ ഷോ തുടങ്ങിയിട്ടുണ്ട്, മ്യൂസിക്കൽ വൈഫ്, വീട്ടമ്മമാരുടെ റിയാലിറ്റി ഷോ. അതിൻ്റെ ഷൂട്ടുണ്ട്. ഇനിയിപ്പോൾ ചെന്നുകൊണ്ട് അതിൻ്റെ ഷൂട്ടാണ്. സിനിമകൾ 1-2 പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സിനിമ ചെയ്തു, അത് ജനുവരിയിലൊക്കെ ഇറങ്ങേണ്ടതാണ്. അത് അനൂപ് മേനോൻ സാറിൻ്റെ ഈ തനി നിറം. അതിനകത്ത് ഒരു കുഞ്ഞു സീനുണ്ട്. അതൊക്കെ പറയാൻ പറ്റിയൊരു സിനിമ, നല്ല സിനിമയാണത്. പിന്നെ അല്ലാതെ 1-2 പടത്തിൻ്റെതൊക്കെ ഒന്നും എല്ലാം ഇങ്ങനെ വാക്കിൽ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റൊക്കെ തന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തങ്കച്ചൻ ചേട്ടൻ അല്ലെങ്കിൽ തങ്കു ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ഒരുപാട് പ്രാവശ്യം ഒരുപക്ഷെ പല ഇതിലും പറഞ്ഞിട്ടുണ്ടാവും, എങ്കിലും നമുക്കിത് പുതിയ അറിവിലേക്ക്, അതായത് പുതുതായിട്ട് കാണുന്നവർക്കൊക്കെ സിനിമയിലാണ് നമ്മുടെ കലാമേഖലയിലോട്ട്, സിനിമ ആയിരുന്നാലും നമ്മുടെ ഈ പാരഡി പാട്ടുകൾ ആ ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലൊരു മാട്ട ട്രൂപ്പ്, ഇപ്പോൾ തന്നെ മാട്ട ട്രൂപ്പ് എന്ന് പറയാം അല്ലേ, ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ചിറ്റപ്പൻ്റെ മോനുണ്ടായിരുന്നു, ജ്യേഷ്ഠൻ ഞാനും കൂടെ ചേർന്നാണ് അത് തുടങ്ങുന്നത്. അങ്ങനെ ആ ട്രൂപ്പ് പിന്നെ നിലവിൽ ആ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നു. ചേട്ടൻ മരിച്ചു. പിന്നെ അതിനുശേഷമാണ് ട്രിവാൻഡ്രത്തേക്ക് വരുന്നത്, പ്രൊഫഷണൽ മിമിക്സ് ട്രൂപ്പിലേക്ക് വരുന്നത്. പിന്നെ കുറേ നാൾ പ്രൊഫഷണൽ മിമിക്സ് ട്രൂപ്പിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചാനലിലേക്ക് വരുന്നത്. ചാനലിൽ വന്ന് ചില പ്രോഗ്രാമുകളുടെ ശ്രദ്ധ പിടിച്ച ഷോകളുണ്ടായിരുന്നു. അതിനുശേഷമാണ് സിനിമയിലെ ചില എൻട്രികൾ നമുക്ക് കിട്ടുകയും ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം മമ്മൂക്ക വിളിച്ച കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, പലതിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക വിളിച്ചതും പരോൾ സിനിമയിലേക്ക് അവസരം തന്നിട്ടുള്ളതും അങ്ങനെയൊക്കെ. അല്ല, അത് നമുക്കൊന്നുകൂടെ കേൾക്കണം. മമ്മൂക്ക വിളിച്ചതും ആ പരോൾ സിനിമയിലോട്ട് വന്ന ആ ഒരു സ്റ്റോറി നമുക്കറിയണം. ഞാനൊരിക്കൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട്, പ്രോഗ്രാമിൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കും. വെളുപ്പിന് വരെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ഒരു 10-11 മണിയൊക്കെ സമയത്ത് എനിക്കൊരു കോള് വരുന്നു. വിളിക്കുന്നത് മമ്മൂക്കയാണ്. അപ്പോൾ നമ്മൾ ഈ കൂട്ടുകാരൊക്കെ വിളിച്ച് സൗണ്ടൊക്കെ മാറ്റി പറയുമല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചാണ്. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇന്നതാണ് പേരെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പടത്തിൻ്റെ വേഷമുണ്ട്, രാവിലെ എറണാകുളത്ത് എത്തണം എന്ന് പറഞ്ഞു. എറണാകുളത്ത് എത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മമ്മൂക്കയാണോ എന്ന് ചോദിക്കുന്നു. ആണെന്ന് പറയുന്നു. അതിനുശേഷം വണ്ടിയൊന്നും കാറൊന്നും വിളിച്ച് പറഞ്ഞ, ട്രെയിനിൽ വന്നാൽ മതി, ട്രെയിനിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഇതൊക്കെ കേട്ട് കാറൊക്കെ വിളിച്ച് പറഞ്ഞെങ്കിൽ അതിലൊക്കെ കാറൊന്നും വിളിച്ച് പറഞ്ഞാൽ ട്രെയിനിൽ വന്നായെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോകുന്നു. പിന്നീട് അതിൻ്റെ ഡയറക്ടറെയും റൈറ്ററെയൊക്കെ പരിചയപ്പെടുന്നു. എന്നിട്ട് അവർ നമുക്കൊരു വീട്ടിൽ കൊണ്ടുവന്നു. ചെന്നറിനെ ഇരിക്കാൻ പറഞ്ഞു, ചായ തരുന്നു. ഇങ്ങനെ അവരുടെ അടുത്ത് പറയുന്നു നല്ല വേഷം കൊടുക്കണമെന്നൊക്കെ പറയുന്നു ഒക്കെ. അതിനുശേഷം പിന്നെ 1-2 സിനിമയിൽ എന്നെ പരിഗണിക്കുകയും ഒക്കെ ചെയ്തു. എന്തൊരു ഒരനിയനെ പോലെ ഒക്കെ തന്നെയാണ് ലൊക്കേഷനിലൊക്കെ നമ്മളെടുത്ത് പെരുമാറിയതൊക്കെ. ആ ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്നേഹമാണ്. ആദ്യമായിട്ട് നേരിട്ട് യൂസഫലിക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടായല്ലോ, അപ്പം എന്തായിരുന്നു മനസ്സിൽ? നമ്മുടെ സാഗിലൊക്കെയല്ലേ, സാഗിൽ ഞാനിവിടെ വന്നു. അപ്പോൾ ഈ കോവിഡിൻ്റെയൊക്കെ പിന്നെ കത്തി നിൽക്കുന്ന സമയമാണ്. ഞാനിവിടെ വന്നിട്ട് സാഗിലിക്കടുത്ത് ഞങ്ങൾ മാളിലും കണ്ട് പോയി, പർച്ചേസിന് എന്താ പോയെന്ന് ഇക്കരടുത്ത് പറഞ്ഞു, സാറിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു വലിയ
കാണാൻ പറ്റൂല, നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്. പക്ഷേ വൈകുന്നേരം ഈ സമയത്ത് കാണാനുള്ള അനുമതി കിട്ടി. അപ്പോൾ ഈ കോവിഡ് ഇതൊക്കെ ഒരു 1.25 മണിക്കൂറോളം എടുക്കുക അതിൻ്റെ ടെസ്റ്റ്. അതുവരെയും അദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പിന്നെ പോയി കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് എനിക്കൊരു മെമൻ്റെയൊക്കെ തന്നു. മെമൻ്റ് എന്ന് പറഞ്ഞൊരു ഇത്ര നീളമുള്ളൊരു വാളാണ്, ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അതാണ് തന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ട്രിവാൻഡ്രത്ത് ലുലു ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞില്ല പറഞ്ഞു. അപ്പോൾ ലുലുവിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് ഈ കോവിഡ് ആയപ്പം ഒരുപാട് പേരെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഒരു 50 പേരാണെങ്കിൽ അതിൽ ഒരാളെ തങ്കച്ചനായിരിക്കും എന്ന് പറഞ്ഞു. ഞാനും അതും പറ്റിയ ഇങ്ങനെ ചിലപ്പോൾ വിളിക്കുമോ എന്നതിനെ അറിയില്ല. പക്ഷേ ആ സമയമായപ്പോൾ എനിക്ക് അതിൻ്റെ കാർഡൊക്കെ വന്ന് വിളിച്ചു. അവിടെ ചെന്ന് ആ ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാൻ പറ്റി. അതാണ് സാറുമായിട്ടുള്ള ഒരു ബന്ധവും ലുലുവായിട്ടൊരു ബന്ധവും ആ സ്നേഹവും ഒക്കെ ഇപ്പോഴും. അതുകൊണ്ട് ഇപ്പം എവിടെ ചെന്നിരുന്നാലും നമ്മളിവിടെ വന്നെന്നറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിക്കുകയും പരിഗണിക്കാറുണ്ട്. ഓക്കെ. യൂസഫലിക്ക എന്ന് പറയുന്നത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പുള്ളി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് മഹാഭാഗ്യമാണ്. മഹാഭാഗ്യം. അത് അന്നാ മെമൻ്റ് വാങ്ങിച്ചതിന് ശേഷം ഇവിടെ എല്ലാ ലുലുവിലും വിളിച്ചിട്ട് ചെറിയ പ്രോഗ്രാംസുകളൊക്കെ അപ്പോഴപ്പോഴും അറേഞ്ച് ചെയ്തിട്ട്. നമുക്കൊരു വേറൊരു പാട്ടിലേക്ക് പോയാലോ? തൊണ്ട ക്ലിയർ ആക്കണം. വേണ്ട, ക്ലിയർ ആണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ലു കണ്ടാൽ ഇളകും പെണ്ണ്, പാടത്തെ നെല്ലിനും തീരത്തെ കൈകൾക്കും ആനും കൊണ്ടോടുന്ന പെണ്ണ്, അവളൊരു പാവം പാൽക്കാരി പെണ്ണ്, പാൽക്കാരി പെണ്ണ്. അത് കേട്ട് നെഞ്ചു പിടഞ്ഞു, കാലിലെ കൊലുസെല്ലാം ഊരിയെറിഞ്ഞു, 1000 നൊമ്പരം മാറിലൊതുക്കി കൊണ്ടാഴിയിലേക്കവൾ പാഞ്ഞു, അവളൊന്നും ആരോടും മിണ്ടാതെ പാഞ്ഞു, മിണ്ടാതെ പാഞ്ഞു. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. അതുപോലെ തന്നെ തങ്കച്ചേട്ടാ സ്വാഭാവികമായിട്ട് അതെന്താണ് ഈ പാട്ട് പാടി ഞാൻ തന്നെ കൈയടിക്കണോ? ഞാൻ കൈയടിച്ചു, നമ്മുടെ പെരുമ്പാവൂരും കൈയടിച്ചു. അത് ശ്രദ്ധിച്ച് അതാണ് പാട്ടിന്റെ കൂട്ടത്തിൽ കൈയടിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ പറ്റൂല. ഞങ്ങൾ കൈയടിച്ചാൽ കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. ഒരു ചെലവുമില്ല പാട്ട് പാടുമ്പോഴേ, ചുമ്മാ ഇങ്ങനെ. ഇപ്പോഴാണ് അടിപൊളിയായത് അല്ലേ? അത് എന്നതറിയാം, നേരത്തെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് എന്നെ സീരിയസ് ആക്കി. സീരിയസ് അല്ല, അത് ആ സമയത്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമവും വരും. അപ്പൊ ഈ സീരിയസ് ആക്കാതെ കൊണ്ടുപോകണം. ഏതായാലും നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കണ്ടല്ലേ, ഒരു വോയിസ് ഓവർ ഏതാണ്? MS തൃപ്പൂണിത്തുറ അല്ലേ? MS എടുക്കാമല്ലോ. ശരി. ഈ പുള്ളി ഒരു ചെറിയ ക്യാരക്ടറൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും. ഞാനിതുവരെ എന്നാ പിന്നെ ഇതിപ്പോ കേൾക്കാം. ഞാനിതുവരെ കേട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വരൂല. സന്തോഷം കണ്ടിട്ട് കാര്യമില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ തൊണ്ട ക്ലിയർ ഇങ്ങനെയൊന്നും ആക്കിയില്ല. അപ്പോഴേ പാടാൻ, അതുകൊണ്ട് അപ്പോഴേ തട്ടി. കാരണത്തിനൊന്നും ഞാൻ പോകാറില്ലോ. താൻ വന്ന് വിളിച്ചുകൊണ്ട് മാത്ര എന്നാ നമുക്ക് പോവാ. എന്തൊക്കെയുണ്ട് തങ്കു വിശേഷങ്ങള്? സുഖങ്ങളൊക്കെ തന്നെയല്ലേ? ഇനി വേറെ ആരുണ്ടോന്ന് പറഞ്ഞില്ല. അല്ല അല്ല, ഞാനിത് പ്രതീക്ഷിച്ചില്ല. സത്യമായിട്ട് അയ്യോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. തൃപ്പൂണിത്തുറവൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാനിത് പ്രതീക്ഷിച്ചില്ലേക്ക. വേറെ ലാലു അലക്സ് സാറിന്റെ പറയാറുണ്ടല്ലേ? അലക്സിന്റെ ഞാൻ പുള്ളിയായിട്ട്
എൻ്റെ സിനിമയുടെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയതാണ്. കഥ പറയാൻ വേണ്ടി ചെന്നപ്പോൾ പുള്ളി ഇങ്ങനെ കഥയൊക്കെ ഇഷ്ടപ്പെട്ട് പുള്ളി കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഡെമോൺസ്ട്രേഷൻ സംസാരിച്ച്. അപ്പോൾ അത് ആ സംസാരം നമുക്ക് മനസ്സിൽ കിടപ്പുണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പേഴ്സണലായിട്ട് പറയാ, എടാ നസീറേ, എൻ്റെയൊക്കെ തല അങ്ങ് പോസ്റ്ററിൽ വച്ചാലുണ്ടല്ലോ ആള് കയറും. നീ എനിക്കൊരു 2.5 രൂപ താ, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് പുള്ളി. അടുത്തത് 500 നോക്കാം. എന്തൊക്കെ മറക്കണോ ഞാൻ എടോ പറയൻ എൻ്റെ ലക്ഷ്മിക്കുട്ടി, ഈ വീടിൻ്റെ മഹാലക്ഷ്മി ഈ മുറ്റത്ത് കിടന്ന് പിടഞ്ഞു വരിച്ചു, ഞാൻ മറക്കണോടോ എടോ പറയാൻ. ഇങ്ങനെ നമുക്ക് ഓരോ ആൾക്കാരുടെ ഉള്ളിൽ നമുക്ക് അത്ര ആ കഴിവ് നമുക്കറിയാൻ പറ്റില്ല. ഇക്കെന്ന് ഇത് ഈ താരങ്ങളെ കരിയിരിക്കുന്നുള്ള ഇപ്പാണ് ഞാൻ അറിയുന്നത്. നമുക്ക് വേറെ 1-2 സാധനം കൂടെ ചെയ്തല്ലോ, അതിലും അവരിങ്ങനെ അതിൽ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുള്ളതാണ്. ഫ്ലവേഴ്സിൽ ഞാൻ പോയിട്ട് 5-6 പേര് എടുത്തതാ. തന്നെ അത് ഏത് പ്രോഗ്രാം? ഈ ഇതില് മറ്റേ മിഥുൻ്റെ കോമഡി ഉത്സവത്തിലല്ലേ? അതില് ടിനി ടോമും ഇവരൊക്കെ ഉണ്ട്. അന്നെടുത്ത ഏതൊക്കെയാണ്? അന്ന് ഈ ലാലുലക്സിന്റെ അടുത്ത്, പിന്നെ മസ്തപ്പണത്തിന്റെ അടുത്ത്, പിന്നെ മാളാരവിന്ദൻ. അതൊക്കെ നമുക്ക് വരേണ്ട. മാളച്ചേട്ടൻ്റെ സൗണ്ടും കൂടെ നോക്കുന്നത് കേൾക്കണം. അതേ ഞാനാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? എൻ്റെ അമ്മോ, ഇതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോ വേറെ അല്ല, നമുക്കറിയാലോ. ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചപ്പോ ചെയ്തതല്ലേ. ഇനി പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. അടിപൊളിയുണ്ട്.